അല്ല ഇതാരാ? എത്ര നാളായി ചേച്ചിയെ കണ്ടിട്ട്? ഓ, കാഞ്ചനെ കാണുമെന്ന് എപ്പോഴും വിചാരിക്കും. ഡാൻസ് ക്ലാസ്സിന്റെ തിരക്കുകൊണ്ടാ വരാൻ പറ്റാത്തത്. ഇപ്പോ ഇവളുടെ നിർബന്ധം കൊണ്ടാ വന്നത്. നന്നായി, മോൾക്കെങ്കിലും എന്നെ കാണണമെന്ന് തോന്നിയല്ലോ. എവിടെ നിന്റെ SI? ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുക. ഞാൻ വിളിക്കാം. വേണ്ട, ഉണർത്തണ്ട. വാ ചേച്ചി, അകത്തേക്ക് ഇരിക്കാം. എന്തൊക്കെ വിശേഷങ്ങളാ പറയാനുള്ള? വാ. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? ഡാൻസ് സ്കൂളൊക്കെ നന്നായി പോകുന്നുണ്ടോ? കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയതായതുകൊണ്ട് ചെറുതായിട്ടൊരു ഡാൻസ് സ്കൂൾ നടത്താൻ പറ്റിയെന്നേ ഉള്ളൂ. കാര്യമായിട്ട് മെച്ചമൊന്നുമില്ല. ഇവള് കളിക്കോ ഡാൻസ് ഒക്കെ? എന്റെ കാഞ്ചനെ എന്റെ മോളായതുകൊണ്ട് പറയുമല്ല. ഞാനൊക്കെ എത്രയോ വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ ഇവള് ചെറുപ്പത്തിലെ സ്വായത്തമാക്കിന്ന് പറഞ്ഞാ മതിയല്ലോ. എന്റെ മോളുടെ മുദ്രകളൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാ. നാട്ടിൽ ചെയ്യോ? പിന്നെ അസലായിട്ട് ചെയ്യും. ഇത്തവണ ജില്ലാ യുവജനോത്സവത്തില് സെലക്ഷൻ കിട്ടിയ കുട്ടിയാ. അയ്യോ, അത്രയ്ക്കൊക്കെ ടാലന്റ് ആണോ മോള്? എങ്ങനെ അല്ലാതിരിക്കും? കലാമണ്ഡല ഹേമലത ചേച്ചിയുടെ മോളല്ലേ? ചന്ദ്ര എന്നല്ലേ പേര്? അതെ ആന്റി. അപ്പോ മോള് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ കലാതിലകമൊക്കെ ആവട്ടെ. മൈ കൺഗ്രാറ്റ്സ്. അതിന്റെ കാര്യത്തില് ആകെ വിഷമത്തിലാ ഞങ്ങള്. കാഞ്ചനെ, സത്യം പറഞ്ഞാ ആ കാര്യം പറയാനാ ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വന്നത് തന്നെ. എന്താ ചേച്ചി? നമസ്കാരം. ദിനേശ് ചേട്ടന് മനസ്സിലായില്ലേ? നമ്മുടെ കലാമണ്ഡല ഹേമലത ചേച്ചി. പിന്നെ വളരെ ഫേമസ് അല്ലേ? മോളെ അറിയാം. ഈയിടെ മോളുടെ ഭരതനാട്യത്തെ കുറിച്ച് ഒരു റൈറ്റപ്പും വന്നിരുന്നു പത്രത്തില്. അല്ല, ചേച്ചി എന്തൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ അത്? അതെ, ഞങ്ങളുടെ ഡാൻസ് സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന കലാമണ്ഡലം മൂർത്തി സാറാ ഇവളെ ഭരതനാട്യം പഠിപ്പിച്ചിരുന്നത്. അങ്ങേരുടെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ അങ്ങേര് പോയി വേറെ ഡാൻസ് സ്കൂൾ തുടങ്ങി. അന്ന് മുതല് ഞങ്ങളോട് വാശിയാ, പ്രതികാരമാ. അതിപ്പോ എന്റെ മോളുടെ ഭാവി കൊണ്ട് പന്താടുന്ന അവസ്ഥ വരെ എത്തി. അതെന്താ ചേച്ചി? ഇത്തവണ ജില്ലാ യുവജനോത്സവത്തില് മൂർത്തി സാറാ ഭരതനാട്യത്തിന്റെ ഒരു ജഡ്ജ്. മറ്റ് 2 ജഡ്ജസ് ഇങ്ങേരുടെ ശിഷ്യന്മാരാ. അതിനെന്താ ചേച്ചി, മോള് നന്നായിട്ട് പെർഫോം ചെയ്താ അങ്ങേര് മാർക്കൊക്കെ കൊടുക്കുമെന്നേ. എന്ത് പെർഫോം ചെയ്താലും ഇവൾക്ക് 0 മാർക്ക് അങ്ങേര് ഇട്ടു കൊടുക്കുന്ന പറയുന്നത്. അയ്യോ, അതിന് മത്സരം മറ്റന്നാളല്ലേ? ഇതാര് പറഞ്ഞു ഈ 0 മാർക്കിന്റെ കാര്യം? നോക്ക്, കലാമണ്ഡലം മൂർത്തി എഴുതിയതാ വാട്സാപ്പില്. എടി ഹേമലതേ, നീ എന്റെ ജീവിതം തകർക്കാൻ നോക്കിയവളാ. നിന്റെ മകളുടെ ഭാവി ഞാൻ തകർക്കും. ഭരതനാട്യത്തിൽ ഞാനും എന്റെ ശിഷ്യന്മാരുമാണ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ ജഡ്ജസ്. അവൾക്ക് 0 മാർക്കേ കൊടുക്കത്തുള്ളൂ. നീ നോക്കിക്കോ. പൊട്ടൻ. ഇത് തന്നെ നല്ലൊരു തെളിവല്ലേ? മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന കുട്ടിക്ക് 0 മാർക്ക് ഇടൂന്ന് പറയുന്നത്. 0 മാർക്ക് കിട്ടിയ അപ്പീൽ വരെ പോകാൻ പറ്റില്ല. സാർ ഞങ്ങളെ രക്ഷിക്കണം, എന്റെ മോളെ രക്ഷിക്കണം. ഈ തെളിവ് വെച്ച് അങ്ങേരെ ശിഷ്യന്മാരെയും ആ സ്ഥാനത്തുനിന്ന് മാറ്റിക്കണം. തീർച്ചയായും നമുക്ക് ഇത് വെച്ച് കളിക്കാം. ചേച്ചി മോളും ധൈര്യമായിട്ടിരിക്കും. സാറേ, നിസാരം വാട്സാപ്പിൽ വന്ന ഒരു മെസ്സേജിന്റെ പേരിൽ ജഡ്ജിനെ മാറ്റാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെ, അവരൊരു പരാതി തരട്ടെ സാറേ. പരാതി തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യാലോ. ആ ജഡ്ജിക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യാം. അതിനൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം സാറേ? പരാതി എഴുതി തരാൻ അവർക്ക് ബുദ്ധിമുട്ടാണേ. അപ്പൊ അവരുടെ പേര് വരും, മകളുടെ പേര് വരും. പിന്നെ മീഡിയയില് ഒരു ജഡ്ജിനെതിരെ കംപ്ലൈന്റ് ചെയ്ത കുട്ടിയാണെന്നുള്ള ബ്ലാക്ക് മാർക്കും വരും. അത് ചിലപ്പോ അടുത്തു വരുന്ന ജഡ്ജിമാര് ഈ കുട്ടിക്കെതിരെ മാർക്കിടാൻ കാരണമാവുകയും ചെയ്യും. അത് ശരിയാ സാറേ, അത് പ്രശ്നമാവും. എന്താ സാറേ പ്രശ്നം? എന്റെ ആലിക്കുട്ടി, ഞങ്ങൾക്ക് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം തനിക്ക് പരിഹരിക്കാൻ പറ്റുമോ? എനിക്ക് പറയാം. പ്രശ്നക്കാരായ ചിലര് വിചാരിച്ചാ ഏത് പ്രശ്നവും പരിഹരിക്കാൻ പറ്റും. സാർ പ്രശ്നം എന്താന്ന് വെച്ചാ പറ. സംഗതി സിമ്പിളാ. ഒരു ജില്ലാ യുവജനോത്സവത്തിലെ ജഡ്ജിനെ ഒന്ന് മാറ്റണം. ഇയാൾക്ക് പറ്റുമോ? അല്ല, അതിപ്പോ പറ്റില്ലല്ലോ. എന്നാ താൻ വിട്ടോ. അല്ല, ശരിക്കും എന്താ സാറേ പ്രശ്നം? എടോ, കലാമണ്ഡലം മൂർത്തി എന്നൊരു ജഡ്ജ് ഒരു കുട്ടിക്ക് 0 മാർക്ക് ഇടുമെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. നമുക്ക് അത് വെച്ച് മൂവ് ചെയ്യാൻ പറ്റുമോ? അല്ല, നമ്മുടെ കെയർ ഓഫിലുള്ള ഒരു കുട്ടിയായി പോയി, അതുകൊണ്ടാ. അല്ല, വാട്സപ്പ് മെസ്സേജ് കോടതി തെളിവായിട്ട് സ്വീകരിക്കോ സാറേ? മൂർത്തി എന്ന പേര് മൊബൈലിൽ സേവ് ചെയ്തിട്ട് ആർക്ക് വേണോ അയക്കാലോ. അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം താൻ പോ. അതെ, ജീപ്പിന് വല്ല ഓട്ടമല്ല ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ജീപ്പിൽ ഓട്ടയൊന്നും ഇല്ല സാറേ, ഉള്ള ഓട്ടയൊക്കെ ഞാൻ അടച്ച്. പുഷ്കരനെ കാണുന്നില്ലല്ലോ. ഞാൻ വിളിച്ചതാണല്ലോ സാറേ.
അവന് നമ്മളൊന്നും വിളിച്ചു കഴിഞ്ഞാൽ ഒരു വില കാണത്തില്ല. CA എങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ ഓടി അങ്ങ് ചെന്നോളും. സാറ് വിളിച്ചാൽ വല്ലത് ഉപദേശിക്കാനാണെന്ന് കരുതുക. CI സാറാകുമ്പോ എന്തെങ്കിലും കാശ് കിട്ടുമെന്ന് ചിന്തിക്കും. ആ ദാ വരുന്നു പുഷ്കരൻ. വന്നല്ലോ. നമസ്കാരം സാറേ. ഞാൻ രണ്ടെണ്ണം വീശിയായിരുന്നു. ഖത്തറിന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്ന സാധനം. വോഡ്ക നല്ല കിടു സാധനം സാറേ. എന്തിനാ സാറേ വിളിച്ചത്? അതെ, എനിക്ക് തന്നെ കൊണ്ടൊരു കാര്യമുണ്ട്. ഇത് ചെവി അറിയരുത്. ഇപ്പൊ തന്നെ 6 ചെവി അറിഞ്ഞില്ലേ സാറേ? എന്തോന്നു? അല്ല, സാറിന് 2, ഈ സാറിന് 2, എന്റെ 2, നമ്മൾ 3 കൊണ്ട് 6 ചെവി ആയില്ലേ സാറേ? ഇപ്പൊ തന്നെ 6 ചെവി അറിഞ്ഞില്ലേ സാറേ? പുഷ്കരൻ അതെ തമാശിക്കല്ലേ, എന്റെ സ്വഭാവം മാറും. സാറേ ഒരു ഫുൾ ബോട്ടിൽ വോഡ്ക കളഞ്ഞിട്ടാ സാറിന്റെ കോളൊന്നപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. സാർ ഒന്ന് കളിയാക്കല്ലേ? എടാ പുഷ്കര, സംഭവം പുറത്തറിയരുത്. SI സാറ് ജീവിതത്തിൽ ആദ്യമായിട്ട് തനിക്ക് തരുന്ന ഒരു കൊട്ടേഷനായത്. എന്റെ സാറേ, കൊട്ടേഷനാ? സാറ് ധൈര്യമായിട്ട് പറ. അയ്യോ, അങ്ങനെ കൊട്ടേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല. ചെറിയൊരു സഹായം. എന്റെ സാറിന് വേണ്ടി എന്ത് സഹായം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നവനാണ് ഞാൻ. സാർ ധൈര്യമായിട്ട് പറ. സംഗതി സിമ്പിളാ. ഒരു യുവജനോത്സവം ജഡ്ജുണ്ട് മൂർത്തി, അങ്ങേരൊന്ന് വിരട്ടണം. വിരട്ടുകയെന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ് സാറേ. അയാൾ എന്റെ പേര് പറഞ്ഞ് കേസ് കൊടുക്കും. ഈ കക്കൂസ് പൊളിച്ച് ജയിലിലൊക്കെ കയറുന്നത് പോലെ. അതൊക്കെ നാറ്റ കേസാണ് സാറേ. സാറേ, എനിക്ക് തോന്നുന്നത് അങ്ങർക്കിട്ട് 2 പൊട്ടിച്ച് കാലിന് ഫ്രാക്ചർ ആക്കിയ അങ്ങേരെ അവിടുന്ന് മാറ്റാലോ. അതൊക്കെ പ്രശ്നമാവൂലേ സനൂപേ? ഇതിന്റെ പിന്നിൽ ഞാനാണെന്നെങ്ങാനും അറിഞ്ഞ സാറേ, അത് സാറ് പേടിക്കണ്ട. ഇതുവരെ 22 ക്രിമിനൽ കേസ്, 13 കൊട്ടേഷൻ. ഇന്ന് വരെ ഈ ഗുണ്ടാ പുഷ്കരൻ അത് ഏൽപ്പിച്ചവരുടെ പേര് ഒരു കോടതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. സാർ ധൈര്യമായിട്ട് ഏൽപ്പില്ലേ? അല്ല, എങ്കിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചേര്, കുഴപ്പമില്ല. ഓക്കെ സാർ. അപ്പോ ആളിന്റെ ഫോട്ടോ, ഡീറ്റെയിൽസ്, പിന്നെ അഡ്വാൻസ്. ഫോട്ടോ തന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ സാർ. അഡ്വാൻസ്. അയ്യോ, കുറെ കാലത്തിന് ശേഷം പുഷ്കറിന്റെ ഒരു കൊട്ടേഷൻ കിട്ടുക. അത് സ്ഥല എസ് നിന്ന്. നന്ദിയുണ്ട് സാറേ, നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. താനിതാരോടും പറഞ്ഞേക്കല്ലേ, എന്റെ പണി പോവും. എന്ത് സാറേ എങ്ങനെ പറയുന്നത്? ഞാൻ പറയില്ലെന്ന്. അല്ല, ഇത്രയും സത്യസന്ധനും നല്ലവനുമായ സാറ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ തരുമ്പോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അത് സാറിന്റെ അടുത്ത റിലേറ്റീവിന്റെ ഒരു മകൾക്ക് ഭരതനാട്യത്തിൽ 0 മാർക്ക് ഇടുമെന്ന് ആ ജഡ്ജി മൂർത്തി പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ജഡ്ജിമെന്റിന് പോകാത്ത വിധം വീട്ടിലിരുത്തണം. അത് ഞാൻ ഏറ്റു. അപ്പൊ ഭരതനാട്യം 0 മാർക്ക്, ജഡ്ജി മൂർത്തി. അല്ല, കുട്ടിയുടെ പേരെന്താ സാറേ? ചന്ദന. ഞാൻ ഏറ്റു സാറേ. ചന്ദനലേപ സുഗന്ധം വീശാൻ വരുന്നു. 2 വേണ്ട. ഓക്കെ സാറേ. അതെ, കലാമണ്ഡലം മൂർത്തി സാറാ സംസാരിക്കുന്നത്. ഓ, സരസ്വതിയോ? പറയൂ. അതെ, ഞാൻ ഭരതനാട്യത്തിന്റെ ജഡ്ജാ. ഓ, സരസ്വതിയുടെ കുട്ടിയുണ്ടോ? അപ്പൊ ഞാൻ നോക്കാം. കുട്ടിയുടെ നമ്പരോട് കൂടി ഒരു ഫോട്ടോ വാട്സാപ്പിൽ അയച്ചോളൂ. സരസ്വതി പറഞ്ഞ പിന്നെ നമുക്ക് വേറെ അപ്പീലുണ്ടോ? കാണേണ്ട വിധത്തിൽ നമ്മെ കണ്ട സമ്മാനം സരസ്വതിയുടെ കുട്ടിക്ക് തന്നെ. ഉറപ്പാ, നീ പേടിക്കണ്ട. കുട്ടിയെ എനിക്ക് കൊണ്ട് തന്നാ മതി. ഓമനപ്പുഴ കടപ്പുറത്തെന്നോമനെ പൊന്നോമനെ ഈ നല്ല മുഖം. ശകുനം മുടക്കി. എന്താ ഈ വഴിക്ക്? അല്ല സാറേ, നമ്മുടെ മറ്റേ ചന്ദനക്കുട്ടിയുടെ ജഡ്ജ്മെന്റിന്റെ പാല് കാച്ചിന് പോണു സാറേ. ചന്ദനക്കുട്ടിയുടെ ജഡ്ജ്മെന്റിന് പാല് കാച്ചോ? പിന്നെ കള്ളി കൊണ്ട് കൊടുത്തോണ്ടല്ലേ പാല് കാച്ചിന് പോകുന്നത്? സത്യം പറഞ്ഞോ, താൻ വർക്കിന് പോകുന്നല്ലേ? സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ സാറിനെ ഞാൻ എവിടെയൊക്കെ കണി കണ്ടിട്ടുണ്ടോ അവിടെ എല്ലാം പ്രശ്നമാണല്ലോ സാറേ. സാറേ, ഞാൻ എവിടെയെങ്കിലും പോട്ടെ സാറേ. സാറിന് എന്താ? പുഷ്കര, ഞങ്ങൾക്കൊരു കൊലക്കേസിലെ പ്രതിയെ കിട്ടാത്തതിന്റെ ടെൻഷനുണ്ട്. താനൊന്ന് സഹകരിച്ചാ വലിയൊരു എമൗണ്ട് തന്റെ വീട്ടിലെത്തും. അയ്യോ സാറേ, ജയിലിൽ ജീവിതകാലം മുഴുവനും നരകിക്കാനുള്ള കൊട്ടേഷൻ കൊണ്ടാ സാറോട് വന്നിരിക്കുന്നത്. തൽക്കാലം എനിക്കത് ആവശ്യമില്ല. എന്നെ വിട്ടേ. താനിതാരൊക്കെ ഈ സ്പീഡിൽ പോകുന്നേ? എന്നെ സാറേ, ഞാനിവിടെ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. ആണോ? എന്നാ പിന്നെ ഞാനിവിടെ നടക്കാം. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടോന്ന് ചെറിയൊരു സംശയം. സാറേ, സാറ് നടന്നോ, പക്ഷെ എന്റെ കഞ്ഞി തന്നെ പാറ്റയിട്ട് നടക്കണമെന്നുണ്ടോ? ഒന്ന് പോ സാറേ. അപ്പൊ താൻ ആരെയോ നോക്കി നടക്കുകയാണെന്നുള്ള കാര്യം ഉറപ്പായി. സത്യം പറ, ആരെയാ? ആണെങ്കിൽ തന്നെ നോക്കിയാ. പുഷ്കറിന്റെ അടുത്ത് കളിച്ചാണ്ടല്ലോ, പോലീസാണോ നോക്കൂല, കൂത്തി കുടൽമാല ഞാൻ എടുത്ത് കളയും. കണ്ടടാ ഈ പുഷ്കറിന്റെ ഒരു കാര്യം ഞാൻ ചുമ്മാ പറയുമ്പോഴേക്കും ആളങ്ങ് ചൂടാവുക. ഞാൻ എന്റെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തത് വാങ്ങാൻ പോവുക. എന്നാ പിന്നെ ഞാൻ പോട്ടെ. വെറുതെ ഒരു ആവശ്യമില്ലാതെ അവന്റെ വായിരിക്കുന്ന കേട്ടു.
അല്ല പുഷ്കര, ഞാൻ ഇവിടെ നിന്നാണോ വന്നത് അവിടെ നിന്നാണോ വന്നത്? യൂണിഫോം വാങ്ങിക്കുന്നു. അയ്യോ, ആ തെണ്ടി കാരണം മൂത്രിയെ കാണാനില്ലല്ലോ. മൂർത്തി, മൂത്രി. കൃഷ്ണ നീ വേഗനേ മാരോ, കൃഷ്ണ നീ വേഗനേ മാരോ, കൃഷ്ണ നീ വേഗനേ. വന്നു കഴിഞ്ഞു. നമസ്കാരം തിരുമൂർത്തി സാറേ. ആരാ? ഞാനൊരു പാവം കൊട്ടേഷൻ കൊണ്ടയാ. പേര് പുഷ്കരൻ. അയ്യോ അയ്യോ, സാർ പേടിക്കൊന്നും വേണ്ട. ഈ നക്കാപ്പിച്ച 2000 രൂപ അഡ്വാൻസ് ഉണ്ട്. സാറിന് കൊല്ലത്തൊന്നുമില്ല. അയ്യോ, എന്നെ ഒന്ന് ചെയ്യരുതേ. സാറേ, സാറിന്റെ കാലൊന്ന് തല്ലി ഓടിക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു? ചന്ദനമഴ എന്ന കുട്ടിയെ താൻ അറിയില്ലേ? ചന്ദനമഴയോ? അതൊരു സീരിയലല്ലേ? ഓഹോ, അപ്പൊ താൻ ആ കുട്ടിയെ സീരിയലില് ബാക്കിയോ? അല്ല, പൂജമാർക്ക് ഇടുന്നല്ലേ താൻ പറഞ്ഞത്? അത് ഈ നാട് മുഴുവൻ ഓടി നടക്കുന്ന നൃത്തത്തിന്, നാടോടി നൃത്തത്തിന്. നിങ്ങൾക്ക് ആള് തെറ്റി. ഞാൻ നാടോടി നൃത്തത്തിന്റെ ജഡ്ജ് അല്ല. ഒരു ചന്ദനമഴ എനിക്ക് അറിയത്തുമില്ല. അപ്പൊ ഈ ത്രിമൂർത്തികൾ വേറെ ഉണ്ടോ? ത്രിമൂർത്തി എന്ന് പറഞ്ഞ 3 പേരില്ലേ? അതിലൊരു മൂർത്തി ഞാനേ ഉള്ളൂ. എന്നെ വിട്ടേരെ, ഞാനല്ല. ഇത് തന്റെ ഫോട്ടോ അല്ലേ? അതെ. ആണോ? ഒരു മിനിറ്റ്. പിന്നെ ഞാനേ അത് അയ്യോ, എന്നെ കൊല്ലുന്നേ. അയ്യോ, എന്നെ കൊല്ലുന്നേ. ഓടല്ലേ, കാലൊന്ന് പൊട്ടിക്കാനോ? കൊല്ലാനല്ലെന്ന്. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, ഈ ഡയലോഗല്ലേ നേരത്തെ പറഞ്ഞത്? ഒന്ന് അടങ്ങ്. എന്തെങ്ങനെ സാർ എന്റെ കൊട്ടേഷൻ കളയരുത് പ്ലീസ്. ഒന്ന് അടങ്ങ് സാർ. ഒന്നും ചെയ്യില്ല. ഈ കാലൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വിളിച്ച് ഒന്ന് ഓടിച്ചു കളയും. എന്റെ കഞ്ഞിത്താൻ പാറ്റിടരുത് പ്ലീസ്. എന്നെ കൊല്ലുന്നേ. നീ മൂർത്തി സാറിനെ കൊല്ലല്ലേ. നിനക്ക് അങ്ങനെ തന്നെ വേണം. മാന്യ സദസ്സിന് വന്ദനം. നമ്മൾ ഇന്ന് ഇവിടെ കുടിയിരിക്കുന്നത് അയ്യോ അങ്ങനെയല്ലല്ലോ. മാന്യ സദസ്സിന് വന്ദനം. ഇന്നിവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് പുതിയ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി രൂപീകരിക്കുന്നതിനാണല്ലോ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു കായിക മാമാങ്കമാണല്ലോ. അല്ല, സാർ ഇപ്പോഴും ഈ പ്രസംഗം ബൈഹാർട്ട് പഠിച്ച് തീർന്നില്ലേ? സാറേ, ഒരു കോളത്ത് വന്നിട്ടുണ്ട്. താനൊന്ന് പോടൂ. ഞാനതൊക്കെ നിർത്തി. എന്ത് നിർത്തിയെന്ന്? കൈക്കൂലി വാങ്ങുന്നത്? അതേടോ, എന്തിനാ വെറുതെ? നിർത്തിക്കോ. എന്നാലും പേരെടുക്കാനും ഒന്ന് ഷൈൻ ചെയ്യാനും സാറിനൊരവസരം തന്നാ അത് വേണ്ടെന്ന് പറയൂ. അതെന്താടോ? പറയണോ? സംഗതി സീക്രട്ടാ. പക്ഷേ സാറിന് ഷൈൻ ചെയ്യാൻ അതൊരു അവസരമാ. ആണോ? താൻ കാര്യം പറ. നമ്മുടെ SI സാറിന്റെ കെയർ ഓഫിലുള്ള ഒരു കുട്ടി യുവജനോത്സവത്തിന് ഭരതനാട്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ കുട്ടിയോട് വിരോധമുള്ള ഒരു കലാമണ്ഡലം മൂർത്തിയോ ത്രിമൂർത്തിയോ എന്തോ ഈ കുട്ടിക്ക് 0 മാർക്കേ കിട്ടത്തുള്ളൂ എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുക. ഇതാ സംഗതി. സാർ ഇതിനകത്തോട്ടൊന്ന് ഇടപെട്ട് കുച്ചിപ്പൊടിയും ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ ഒന്ന് കളിച്ച് ചളവാക്കണം. അത് കൊള്ളാം, നല്ല കേസ്. സാർ ഇതിനകത്തോട്ടൊന്ന് ഇടപെട്ട് കുച്ചിപ്പൊടിയും ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ ഒന്ന് കളിച്ച് ചളവാക്കണം. അത് കൊള്ളാം, നല്ല കേസ്. ജഡ്ജിനെ മാറ്റണമെന്നാ SI സാറ് പറയുന്നത്. എന്തിനാണോ വെറുതെ മാറ്റുന്നത്? നമുക്ക് കടിച്ച പാമ്പനെ കൊണ്ട് തന്നെ വിഷമിറക്കിച്ചാ പോരെ? അപ്പൊ സാറിന് സംഗതി കത്തിയല്ലേ? പക്ഷേ ഒരു ജഡ്ജി വിചാരിച്ച ഒരു കുട്ടിയെ ജയിപ്പിക്കാൻ പറ്റുമോ? അതല്ലേ രസം. മറ്റു 2 ജഡ്ജസും മൂപ്പരുടെ ചങ്ങാതിമാരാ, ശിഷ്യന്മാരാന്ന്. എങ്കിൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. അടുത്ത സീനിൽ കലാമണ്ഡലം മൂർത്തി വരട്ടെ. വരൂ. മൂർത്തി സാറല്ലേ? അതെ. ആരാ? എന്താ? ഞങ്ങൾ സാറിന്റെ ആരാധകരാണ്. സാറ് പാടിയ ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ കേട്ടു. സോറി മിസ്റ്റർ, നിങ്ങൾക്ക് ആള് തെറ്റിയതാ. ഞാൻ ഗായകനല്ല. അല്ല സാർ, ഭരതനാട്യം ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ സാർ? സാർ ഈ യുവജനോത്സവത്തിൽ ജഡ്ജാണെന്ന് അറിഞ്ഞു. ഏത് മത്സരത്തിലാണ് സാർ മാർക്കിടുന്നത്? സോറി, അപരിചിതരോട് അക്കാര്യം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സാറെ, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഈ സാറിന്റെ മകളും ഭരതനാട്യത്തിൽ മത്സരിക്കുന്നുണ്ട്. സാറൊന്ന് മനസ്സ് വെച്ചാ ആ കുട്ടി ജയിക്കും. ഓക്കെ സാറേ. ഒരാൾക്ക് എന്നെ സ്വാധീനിക്കാനാവില്ല. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടിക്ക് നല്ല വീക്ക് കിട്ടും, അല്ല നല്ല മാർക്ക് കിട്ടും. നോക്കൂ, മോളുടെ ഡാൻസിന്റെ വീഡിയോയാ.
എങ്ങനുണ്ട്? നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടിയാ. സാറൊന്ന് മനസ്സ് വിചാരിച്ച എന്റെ മോള് സ്റ്റേറ്റിൽ കലാതിലമാണ് സാർ. മണ്ടത്തരം പറയാതിരോ. 3 ജഡ്ജസും ഒരുപോലെ മാർക്കിട്ടാൽ ആ കുട്ടിക്ക് 1 സ്ഥാനം കിട്ടും. അല്ല, സാറും സാറിന്റെ ശിഷ്യന്മാരും ആണല്ലോ ജഡ്ജസ്. എല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. സാർ, ഞാൻ കാല് പിടിക്കാം സാർ. സാറ് ഞങ്ങളെ രക്ഷിക്കണം. സാറ് പറയുന്ന ഏത് കണ്ടീഷനും ഞങ്ങൾ അംഗീകരിക്കാം. യു ഗെറ്റ് ഔട്ട്. നല്ല വാക്കിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വിളിക്കുന്നത് പോലീസിനെ ആയിരിക്കും. അതിന് താൻ ബുദ്ധിമുട്ടണമെന്നില്ല. ഇതാരെന്നറിയാമോ? സ്ഥലം CI. അയ്യോ സോറി സാർ. I am CI ഷിജു ഡാനിയൽ. I am ആലിക്കുട്ടി ഫ്രം പോലീസ് ഡിപ്പാർട്ട്മെന്റ്. സോറി സാർ. തന്നെ കുറിച്ചൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അയ്യോ എന്ത് കംപ്ലൈന്റ് ആണ് സാർ? താൻ ഒരു കുട്ടിക്ക് ഭരതനാട്യത്തിലെ 0 മാർക്ക് കൊടുക്കുമെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തില്ലേ? ആ കുട്ടിയുടെ അമ്മ തന്ന പരാതി പ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. താൻ ആരാടോ? ആളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിയോ? പിള്ളേര് കഷ്ടപ്പെട്ട് സ്റ്റേജിൽ കയറി തുള്ളിയിട്ട് 0 മാർക്ക് വല്ലതും കൊടുത്താൽ നിന്നെ വെടിവെച്ച് കൊല്ലും ഞാൻ. അയ്യോ സോറി സാർ. ഈ ഒരൊറ്റ മെസ്സേജ് മതി തന്നെ വിലങ്ങ് വെച്ച് അകത്താക്കാൻ. പക്ഷെ ഞങ്ങളത് ചെയ്യുന്നില്ല. കാരണം സാറിന്റെ മകളും ഭരതനാട്യത്തിൽ ഒരു പാർട്ടിസിപ്പന്റാ. എന്ന് വെച്ചാൽ എന്റെ മകൾക്കായിരിക്കണം ഭരതനാട്യത്തിൽ 1ാം സ്ഥാനം. സാറിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഈസി ആയിട്ട് അത് നടക്കും. അതിപ്പോ തനിക്ക് ജയില് വേണോ അതോ ജീവിതം വേണോ? ഇപ്പൊ ചിന്തിക്ക്. എടോ, താൻ ജയിലിൽ കയറി അതോടെ തന്റെ കുടുംബത്തുണ്ട്. ഒരു ഡാൻസ് സ്കൂളുകാർ പോലും തന്നെ പിന്നെ വിളിക്കത്തില്ല. അതോടെ തന്റെ പേരും പോവും, സകല ഇമേജും പോവും. അയ്യോ സാർ, എന്നെ ദ്രോഹിക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാറേ. എന്ത് വേണോ ചെയ്യാം. എന്നാൽ അവന് കൊള്ളാം. താൻ വേണം ഇങ്ങോട്ട് നിന്ന് സുഖം കൊള്ളാതെ. വിടറാ അങ്ങോട്ട്. സാറേ, എനിക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലായിട്ടില്ല. ആ ജഡ്ജിനെ സാറ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭയപ്പെടുത്തി, അത് ഓക്കെ. പക്ഷെ സാറിന്റെ മകൾ ഒരു മത്സരത്തിലും പങ്കെടുക്കുന്നില്ലല്ലോ. അതിനെനിക്ക് മകളെ ഇല്ലല്ലോ. അത് ശരിയാണല്ലോ, മകളില്ലല്ലോ, പിന്നെ എന്തിനാ ബ്ലാക്ക് മെയിൽ ചെയ്തേ? എടോ, ഇനിയാണ് കളി. എന്ത് കളി? താൻ ആ ചാനലുകാരെ വിളിച്ച് എത്രയും പെട്ടെന്ന് ജില്ലാ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഡീറ്റെയിൽസ് റെഡിയാക്കണം. അത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. എന്ത് കളി? നമ്മള് ഭരതനാട്യം കളിക്കണമെന്നോ? ഭരതനാട്യമല്ല, കുച്ചിപ്പുടി കളിക്കാനോ? നമ്മളോ? എടോ, അതിൽ ഏറ്റവും കാശുകാരിയായ കുട്ടിയുടെ രക്ഷിതാവിനെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ഡീൽ ഉറപ്പിക്കുന്നു. 4-5 ലക്ഷം കിട്ടിയാൽ കഴിക്കൂ. സാറപ്പ കൈക്കൂലി വാങ്ങിക്കുന്നൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട്? എടോ, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, മുന്നോട്ട് കുതിക്കാനാണ്. പുലി മുരുകൻ കണ്ടല്ലേ? ടിക്കറ്റ് എടുക്കാതെ 2 ലക്ഷം. അതേതായാലും കളക്കി സാറേ. അതിലേറ്റവും കൂടുതൽ കാശ് തരുന്ന ആളിനെ നമ്മൾ ചാർട്ടിലിടുന്നു. ആ കാശ് വാങ്ങിയതിനു ശേഷം നമ്മൾ കലാമണ്ഡലം മൂർത്തിയെ കോണ്ടാക്ട് ചെയ്ത് ആ കുട്ടി എന്റെ മകളാണെന്ന് പറയുന്നു. അപ്പോൾ മൂർത്തി മാർക്ക് ഇടുന്നു. കുട്ടിക്ക് 1ാം സ്ഥാനം, നമുക്ക് കിട്ടുന്നത് 4-5 ലക്ഷം. എങ്ങനെ? അല്ല, തൽക്കാലം നമ്മൾ SI സാറിനോട് എന്ത് പറയും? നമ്മൾ SIയുടെ കെയർ ഓഫിലുള്ള കുട്ടിക്ക് വേണ്ടി മൂർത്തിയെ ചുമതലപ്പെടുത്തിയെന്ന് പറയും. അത് കൊള്ളാം. ഒരു പക്ഷിക്ക് 2 വെടി. അതെങ്ങനെ? അല്ല, ഇപ്പൊ അങ്ങനെ ആക്കി. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇപ്പഴറിഞ്ഞേ. ഹലോ സാറേ, CI സാർ പറഞ്ഞിട്ട് വിളിക്കുക. ഈ വരുന്ന ജില്ലാ കലോത്സവത്തിൽ സാറിന്റെ മകൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണമെങ്കിൽ സാർ എത്ര കൊടുക്കും? 10-50 കൊടുക്കാം, കുഴപ്പമില്ല. 10-50 കുണുവ കൊടുക്കാൻ ഇത് പിച്ചെടുപ്പല്ല. എന്റെ സാറേ, സാറിന്റെ മകള് കലാതിലകമായാൽ എന്തൊക്കെയാ അതിന്റെ വെയിറ്റ് എന്നറിയാമോ? സകലമാന ചാനലിലും വരും. സിനിമയിൽ കയറ്റാൻ ഡയറക്ടർമാര് ക്യൂ നിൽക്കും. അല്ല, സാറ് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇത് ജില്ലാ കലോത്സവല്ലേ, സംസ്ഥാന കലോത്സവം ഒന്നും അല്ലല്ലോ. ജില്ലയെന്ന് കയറിയാലല്ലേ സംസ്ഥാനത്ത് പോയി മത്സരിക്കാൻ പറ്റൂ. അപ്പോ ഇത് അതിനുള്ള ഒരു പാക്കേജ് ആണെന്ന് കൂട്ടിയാൽ മതി. ഒരു 5 രൂപ കൊടുക്കാൻ സാറ് തയ്യാറാണോ? 5 രൂപയോ? എന്ന് വെച്ചാൽ 50,000 ആണോ ഉദ്ദേശിച്ചേ? എന്ത് പുല്ല് വർത്താനാ സാറേ പറയുന്നത്? 50,000 എന്ത് പിണ്ണാക്ക് കിട്ടാനാ? ഇത് 5 ലക്ഷമാ, 5 lakhs. താല്പര്യമില്ലെങ്കിൽ വേറൊരാൾ റെഡിയാണ്, അങ്ങേർക്ക് കൊടുക്കാം. കൊടുക്കട്ടെ? അയ്യോ, വേറൊരാൾക്ക് കിട്ടിയാ എന്റെ മോക്ക് സ്റ്റേറ്റിൽ കളിക്കാൻ പറ്റില്ല. അവൾക്ക് ഫസ്റ്റ് തന്നെ വേണം. ക്യാഷ് ഞാൻ നാളെ തന്നെ അറേഞ്ച് ചെയ്തേക്കാം. ഓക്കെ. ഇനി ചാനലിലെ റിസൾട്ട് മാത്രം സാറ് കണ്ടാ മതി. സാറിന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും, ഫസ്റ്റ് പ്രൈസും ഓക്കെ. ഇതെന്ത് ക്ലീനിങ് ആടി? ഇതൊട്ടും ക്ലീൻ ആവുന്നില്ലല്ലോ. അമ്മേ, ചുമ്മാ ഫേസ്ബുക്കിലെ സിനിമാ നിരൂപണം നടത്തും പോലെ എന്നോട് പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. നിന്റെ സ്വഭാവം മാറിയ നീ എന്നെ എന്തോ ചെയ്യും? ഞാൻ എനിക്ക് ഇഷ്ടം പോലെ ക്ലീൻ ചെയ്യും. ഞാൻ ഇവിടുത്തെ സെർവന്റ് ഒന്നുമല്ല, അത് മാത്രം അമ്മ ഓർത്താ മതി.
നിന്റെ പ്രായത്തിലെ ഞാനൊക്കെ എന്തോരം ജോലി ചെയ്തിട്ടുള്ളറിയോ? അതിന് അമ്മയ്ക്ക് എവിടുന്ന ജോലി ചെയ്യാൻ നേരം? ഒന്ന് കഴിയുമ്പോ അടുത്തതെന്ന് പറഞ്ഞ പോലെ കല്യാണം കഴിക്കാൻ നടക്കായിരുന്നില്ലേ? എറണ കേട്ടവളെ, നിന്നോടൊക്കെ വാക്ക് പറഞ്ഞാലേ ബാക്കിയുള്ളവർക്കാ കുറച്ചില്. എന്തോന്നാ രണ്ടുപേരും കൂടെ? അമ്മായിയമ്മ മരുമകൾ പോലും തുടങ്ങിയോ? എടാ, നിന്റെ പെമ്പറിനകത്ത് എന്നെ ഇൻസൾട്ട് ചെയ്തടാ. ആണോടി? ദിനേശേട്ടാ, ഈ അമ്മ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് കാണുന്നില്ല, എനിക്ക് മടുത്തു. എന്തോന്നാ അമ്മ ഇത്? അമ്മയെ പോലെ പ്രായമാകുമ്പോഴല്ലേ ഇവൾക്ക് അമ്മയെ മനസ്സിലാവത്തുള്ളൂ. അതുവരെ എന്തോന്നെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിള്ളേരല്ലേ എന്ന് കരുതി അങ്ങ് ക്ഷമിച്ചളമ്മേ. എടാ, ചുമ്മാ അല്ലേടാ, ചുമ്മാ ഇങ്ങനെ ബഹളം വെച്ചില്ലെങ്കിലേ വീട് ഉറങ്ങി പോകത്തില്ലേ, അതുകൊണ്ടല്ലേ. പിന്നല്ലാതെ അമ്മ ചീത്ത വിളിക്കാതിരുന്ന സത്യം പറഞ്ഞ ഒരു രസവും ഇല്ല. അപ്പൊ ഇത്രേ ഉള്ളൂ അമ്മായിയമ്മ മരുമകൾ പോര്. അല്ലാതെ ഈ സീരിയലിൽ കാണിക്കും പോലെ ഒന്നും അല്ല. അമ്മായിയമ്മ പറയുന്നത് മരുമകളും, മരുമകൾ പറയുന്നത് അമ്മായിയമ്മയെ അങ്ങ് സമ്മതിച്ചാൽ ആ വീട്ടിൽ പിന്നെ അതാണ് കാര്യം. നോട്ട് ദി പോയിന്റ്. അല്ലേട്ടാ, നമ്മുടെ കലാമണ്ഡലം ചേച്ചിയുടെ കാര്യം എന്തായി? നമ്മുടെ CI ഷിജി സാർ ആ ജഡ്ജിനെ നന്നായി വിരട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാർക്കിട്ടില്ലെങ്കിലും കോടതി കയറ്റുമെന്നും പറഞ്ഞു. ഓ, അല്ല, ഇന്നല്ലേ മത്സരം? റിസൾട്ട് വന്നായിരുന്നോ? അയ്യോ, ഇപ്പൊ പ്രോഗ്രാം കഴിഞ്ഞു കാണുമല്ലോ. റിസൾട്ട് വന്നോ? എന്നോട് ചോദിക്കുന്നു. TV നോക്കിയതും ഇല്ല. ഹലോ, അയ്യോ, ആര്? കലാമണ്ഡല ഹേമലത ചേച്ചിയോ? വിളിക്കാനിരിക്കായിരുന്നു. കാഞ്ചനെ, എന്റെ മോൾക്ക് ഭരതനാട്യത്തിന് ഫസ്റ്റ് കിട്ടിയടി. നിങ്ങള് പ്രയത്നിച്ചോണ്ട് മാത്രം കിട്ടിയത്. അതേ ജഡ്ജസാ. താങ്ക് യു. ദിനേശിനോട് പറയണേ. ശരി ചേച്ചി. ചേട്ടാ, നമ്മുടെ ചന്ദ്രയ്ക്ക് ഫസ്റ്റ് കിട്ടിയെന്ന്. ഈ സാറ് ഇടപെട്ടതിന്റെ ഫല. സാറേ, അയ്യോ സാറേ, ചതിച്ചു സാറേ. എന്താ? ജഡ്ജി മൂർത്തി സാർ ചതിച്ചു. ജഡ്ജി മൂത്രം ഒഴിച്ചോ? എവിടെ? ജഡ്ജി മൂത്രം ഒഴിച്ചതല്ല, ജഡ്ജി മൂർത്തി സാർ ചതിച്ചെന്ന്. നമ്മൾ 5 ലക്ഷം വാങ്ങിയ കുട്ടിക്ക് അങ്ങേറിട്ടത് 0 മാർക്കാ. സമ്മാനം കിട്ടിയത് SI സാറിന്റെ കെയർ ഓഫിലുള്ള ആ കുട്ടിക്കാ. എങ്കിൽ ആ തെണ്ടിയെ ഞാൻ വാട്സാപ്പ് മെസ്സേജ് വെച്ച് ഞാൻ കോടതി കയറ്റും. അയ്യോ, അത് എങ്ങനെയാ സാറേ? 0 മാർക്ക് ഇടുമെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച കുട്ടിക്ക് അയാൾ ഇട്ടത് 1 സമ്മാനമാ. അതുകൊണ്ട് ഇനി അങ്ങേരുടെ കേസ് നിലനിൽക്കത്തില്ല. അയ്യോ, അത് ശരിയാണല്ലോ. പിന്നെന്ത് ചെയ്യും? പിന്നെ താനത്തിനാണ് ഓടി വന്നത്. നമ്മൾ 5 ലക്ഷം വാങ്ങിയ കുട്ടിയുടെ അച്ഛനില്ലേ, ആ കുട്ടിയുടെ അച്ഛൻ വിജിലൻസുകാരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. സാറേ, ഇങ്ങോട്ട് പോയാൽ കാട്ടാക്കട പോകാൻ പറ്റുമോ? സാറേ, എങ്ങോട്ട് പോകും? അയ്യോ.